ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്താനിരിക്കുന്ന പരീക്ഷകളുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചധികം പേർക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി. അതുപോലെ ഇനിയും കുറച്ച് പേർക്ക് ഹോൾ ടിക്കറ്റ് കിട്ടാനുണ്ട്. ഈ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് അതിൽ യൂസർ നെയിമും പാസ്വേഡും അതുപോലെ എക്സാം ലിങ്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് പേർക്ക് ഡൗട്ടാണ്, എങ്ങനെയാണ് ഇത് വെച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. ചില ആൾക്കാർ എക്സാം ലിങ്കിൽ കയറുന്ന സമയത്ത് കയറിയിട്ട് യൂസർ നെയിമും പാസ്വേഡൊക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് രണ്ടും ഇൻകറക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൈറ്റിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇപ്പോൾ കാണുന്നത് നോട്ടീസ്, അതിൻ്റെ അടിയിൽ ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ പോർട്ടൽ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ ആ പറഞ്ഞ സമയത്ത് നമ്മൾ സൈറ്റിൽ കയറിയിട്ട് ഈ ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ പോർട്ടൽ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതിൽ ഇമെയിൽ ഓർ യൂസർ നെയിം എന്ന് കാണുന്നുണ്ട്, അതുപോലെ പാസ്വേഡ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഹോൾ ടിക്കറ്റിൽ അതിൽ യൂസർ നെയിമും പാസ്വേഡും അവർ തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിലോട്ട് കയറാൻ പറ്റുന്നതായിരിക്കും. കയറി നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്ത് കയറാൻ പറ്റില്ല. നമ്മളിപ്പോൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻകറക്റ്റ് ആണെന്നാണ് കാണിക്കുന്നത്. കറക്റ്റ് നമുക്ക് പറഞ്ഞിട്ടുള്ള ടൈമിൽ മാത്രമാണ് നമുക്ക് ലോഗിൻ ചെയ്ത് കയറി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ കുറച്ച് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ്, അതായത് ഇപ്പോൾ മൊബൈലിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ക്യാമറ വേണമെന്ന് നിർബന്ധമാണോ, അങ്ങനെയൊക്കെ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് മൊബൈലിലാണെങ്കിലും അതുപോലെ സിസ്റ്റത്തിലാണെങ്കിലും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. നെറ്റ്വർക്ക് മിസ്സായി നമുക്ക് എങ്ങാനും ആ ഒരു ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നെറ്റ്വർക്കൊക്കെ നല്ലപോലെ ഉള്ളൊരു ഏരിയയിലിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.